ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ച്. 2025 ജൂലൈ മാസം 27 മുതൽ ആഗസ്റ്റ് മാസം 2 വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. ഈ ആഴ്ച 27 നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ച് 2.25 നക്ഷത്രം വീതം അടങ്ങുന്ന ഓരോ രാശി തിരിച്ചാണ് പറയുന്നത്. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. സപ്തമഭാവത്തിന്റെ അധിപൻ തന്റെ സ്വന്തം ക്ഷേത്രമായ ഇടവം രാശിയിൽ ധനസ്ഥാനത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ജീവിത പങ്കാളിയുമായി ഏതെങ്കിലും തരത്തിൽ ഒരു ധന ആഗമന യോഗവും ഒക്കെ ഉണ്ട് കുടുംബത്ത്. അതുപോലെ തന്നെ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നു പെടുന്നതിനും തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ അതീവ ശ്രദ്ധ ആവശ്യമാണ്. തൊഴിൽ രംഗത്ത് നല്ല വിജയങ്ങൾ വന്നു ചേരുന്നതുമാണ്, പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർ. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. രാശിയാധിപൻ രാശിയിൽ തന്നെ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. വളരെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാവിജയങ്ങൾ, വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിദ്യാവിജയങ്ങളും പഠിച്ചു കഴിഞ്ഞവർക്ക് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയങ്ങളും വന്നിട്ട് കുടുംബത്ത് ഒരു കാരണവുമില്ലാതെ അലോസരതകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ വളരെ സ്നേഹിച്ചിരുന്നവർ തമ്മിൽ ഉണ്ടാകുവാൻ പോലും സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു കാലമാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും ഉളത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു സമയമാണ്. അതായത് രാശിയിൽ തന്നെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യും. വളരെയധികം ഐശ്വര്യപൂർണമായ കാലം. ഏതെങ്കിലും തരത്തിലൊക്കെ തൊഴിൽ രംഗത്ത് ഒരു മന്ദത ഉണ്ടാകുവാൻ സൂചനയുണ്ട്. തൊഴിൽ കാര്യങ്ങൾ, അതായത് വർക്ക് ചെയ്യുന്നവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതീവ ജാഗ്രത ആവശ്യമായിരിക്കുന്ന ഒരു സമയമാണ്. ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും സഹപ്രവർത്തകരുമായിട്ടുമൊക്കെ വളരെ രമ്യമായ രീതിയിലൊക്കെ പോകേണ്ടതാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. സന്തോഷവും സമാധാനവുമുള്ള കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. കടങ്ങളൊക്കെ ഒരു പരിധിവരെ വീടുന്നതിനും ഒക്കെ യോഗമുണ്ട്. സുഹൃത്തുക്കളുടെയോ സഹോദര സ്ഥാനീയരുടെയോ ഏതെങ്കിലും തരത്തിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും മനക്ലേശം ഉണ്ടാകുന്നതിനുമൊക്കെ സൂചനയുണ്ട്. കർക്കടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിന്റെ 4 പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. പല വിധത്തിലുമുള്ള ക്ലേശങ്ങൾക്ക് സൂചനയുണ്ട്. വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും വേണ്ട ഒരു ആഴ്ചയാണ്. പ്രത്യേകിച്ച് സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം. ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ്. ധനം കൈകാര്യം ചെയ്യുന്നവർ, അതായത് സാമ്പത്തിക ഇടപാടുകൾ തൊഴിൽ രംഗത്ത് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. കൊടുക്കൽ വാങ്ങൽ, അതുപോലെ തന്നെ കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതുമൊക്കെ. തൊഴിൽ രംഗത്ത് പലവിധ ക്ലേശങ്ങളും ഉണ്ടാകാം.
സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും പൊതുവെ പുരോഗതിയൊക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ്. വാഹന സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഗൃഹസംബന്ധമായിട്ടുമൊക്കെ വളരെ നല്ലതാണ്. കുടുംബത്ത് ഐശ്വര്യവും സന്തോഷവും ഒക്കെ വന്നു ചേരും. വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിത ധന ആഗമന യോഗമുള്ള ഒരു ആഴ്ചയാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഇന്ന തൊഴിലുകളെന്നില്ല, ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഒരു അഭിവൃദ്ധിയുള്ള കാലമാണ്. തൊഴിൽ സ്ഥാനത്ത് തൊഴിൽ സ്ഥാനാധിപൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. കലയുമായി ബന്ധപ്പെട്ട് അവാന്തര വിഭാഗങ്ങൾ, അതായത് കരവിരുത് തെളിയിക്കുവാൻ അവസരം വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. കലാകാരന്മാർക്കും കലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ, ഇവരെ സംബന്ധിക്കുന്നിടത്തോളം 10ൽ വ്യാഴം ദൈവാധീനമുണ്ട്. എന്നാൽ പല കാര്യങ്ങൾക്കും നിരാശരാകേണ്ട ഒരു സന്ദർഭവും സൂചകമാണ്. പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട് വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, കൊടുക്കുന്ന പൈസ കിട്ടാതെ വരിക, കിട്ടിയ പൈസ കൊടുക്കാൻ പറ്റാതെ വരിക, വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, കൃത്യനിഷ്ഠ പാലിക്കാൻ പറ്റാതെ വരിക, തൊഴിൽ സ്ഥലത്ത് ശകാരങ്ങൾ കേൾക്കേണ്ടി വരിക. സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവരായാലും സ്വന്തമായിട്ട് പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരായാലും മറ്റുള്ളവരുടെ കീഴ് ജീവനക്കാരും മേലധികാരികളും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർക്കും പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. സ്വന്തം നാട് വിട്ട് പോകുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സൂചകമാണ്. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിനുണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതുമാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ഭാഗ്യവും ദൈവാധീനവുമുള്ള ആഴ്ച. രാശ്യാധിപന്റെ സ്ഥിതി അനുസരിച്ചും ഒക്കെ പൊതുവെ നല്ലതാണ്. പൂർണ്ണമായ ദൈവാധീനം ഉണ്ടല്ലോ. എങ്കിലും വാഹനവുമായി ബന്ധപ്പെട്ടും വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർ സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുവാൻ പാടില്ല. സാഹസികമായ ജോലികളിൽ ഏർപ്പെടരുത്. വളരെ ശ്രദ്ധിക്കണം. ഇലക്ട്രോണിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരെ, മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ലൈനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവര്, അങ്ങനെയുള്ളവരൊക്കെ വളരെ ജാഗ്രത ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. ജലയാത്രകളൊക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നുവിടുന്നതിന് സൂചനയുണ്ട്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമോ വാഹനയോഗവും ഒക്കെ ഉള്ള ഒരു സമയമാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഇല്ലാത്ത ഒരു ആഴ്ചയാണ്. വളരെയധികം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അലസത വന്നു വിടുക സ്വാഭാവികമാണ്. വന്നു ചേരുന്ന ധനങ്ങളൊക്കെ പാഴായി പോകുന്ന ഒരു ആഴ്ച. ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ഇളക്കം വരുവാൻ സൂചനയുണ്ട്. വളരെയധികം ജാഗ്രത ആവശ്യമാണ്. തൊഴിൽ നഷ്ടപ്പെടുന്നതിനോ തൊഴിൽ രംഗത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അങ്ങേയറ്റത്തെ ക്ഷമയും വിട്ടുവീഴ്ചയും കൃത്യനിഷ്ഠയും ഉത്സാഹത്തോടുകൂടി മറ്റുള്ളവരെ പറയുന്നത് കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് പ്രവർത്തിക്കുന്നതുമൊക്കെ വളരെ ദോഷങ്ങൾ ഇല്ലാതെയാണ്. വിദ്യാർത്ഥികളും അപ്രകാരം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്.
ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. രാശ്യാധിപനും സുഖസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം നിവൃത്തിസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. വളരെയധികം വിജയങ്ങളാണ് പ്രതീക്ഷിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ ഒരു സന്തോഷമുള്ള ആഴ്ചയാണ്. തൊഴിൽ രംഗത്ത് ചില അലസതകളും ഒക്കെ കൊണ്ട് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. പാരമ്പര്യമായ രീതിയിൽ കിട്ടുവാനുള്ള ഒരു സമ്പത്ത് വന്നു ചേരുന്നതിനോ ഗവൺമെന്റിൽ നിന്ന് കിട്ടുവാനുള്ള ഒരു ധനം കൈപ്പറ്റുന്നതിനോ ഒക്കെ ഈ ആഴ്ച ഒരു നല്ലതാണ്. സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ മൂലം മനക്ലേശത്തിനും ധനനഷ്ടത്തിനും സൂചനയുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ചില അധിക ക്ലേശങ്ങളുള്ള ഒരു ആഴ്ചയാണ്. വളരെ ജാഗ്രത ആവശ്യമാണ്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. 6ാമിടത്ത് വ്യാഴം. വളരെ ശ്രദ്ധ അത് ഏത് കാര്യം ചെയ്യുമ്പോഴും ആവശ്യമാണ്. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുപോകുന്നതിനോ കടം വാങ്ങിച്ച അല്ലെങ്കിൽ കൊടുത്ത ധനം അത് സെറ്റിൽഡ് ചെയ്യുക, കിട്ടാനുള്ള ധനം ദീർഘകാലമായിട്ടുള്ളത് കിട്ടുക, കൊടുക്കാനുള്ളത് കൊടുക്കാൻ സാധിക്കുക, അങ്ങനെയൊക്കെ തടസ്സങ്ങളൊക്കെ മാറി വിനിയോഗം നടക്കുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായിട്ട് പൊതുവെ നന്നായിരിക്കും. എന്നിരുന്നാലും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അതായത് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിനൊക്കെ സൂചകമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര ഗുണകരമായിട്ടുള്ള ഒരു ആഴ്ചയാണ് അല്ല. പലതരത്തിലും ദേഷ്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ, പിണക്കങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും സംസാരവും ഒക്കെ വളരെ ശ്രദ്ധയും നിയന്ത്രണവും ഒക്കെ ആവശ്യവുമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉദര സംബന്ധമായ അസുഖങ്ങൾക്കും സൂചനയുണ്ട്. കഫ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് തണുപ്പൊക്കെ അടിക്കാതെയൊക്കെ നോക്കണം. തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക. കൊള്ളുകേലാത്ത ആൾക്കാരുമായിട്ട് വാക്കുതർക്കത്തിന് പോകാൻ പാടില്ല. വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും കുടുംബത്തൊക്കെ പൊതുവെ ഐശ്വര്യപൂർണമായി. എന്നിരുന്നാലും ദമ്പതികളായിട്ടുള്ളവർക്ക് കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ ഒക്കെ സൂചനയുള്ളതിനാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത്. അകൽച്ചയുള്ളവരായാലും കഴിവതും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമുള്ള സമയങ്ങളാണ്. തൊഴിൽ രംഗത്ത് നല്ല വിജയങ്ങളും ധന ആഗമന യോഗവും ഉണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു സമയം. അധികാരത്തോടു കൂടിയ ജോലി ലഭിക്കുന്നതിനോ പ്രൊമോഷൻ ലഭിക്കുന്നതിനോ ഉള്ള ജോലിക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതിനും ഒക്കെ കുംഭൻ രാശിക്കാർക്ക് യോഗമുണ്ട്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ ശനി അനുഭവിക്കുന്നു. ശനി വക്രത്തിലാണ്. കുറെയൊക്കെ ശനി ദോഷങ്ങൾ മാറുക തന്നെ ചെയ്യും. ദൈവാധീനം പൂർണ്ണമായിട്ടും ഉണ്ട്. വളരെയധികം വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗം ഉണ്ടാകുമെങ്കിലും അതിൽ ഇരട്ടി ചിലവാകുന്നതിനും സൂചനയുണ്ട്. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കും. കുടുംബത്തും സമാധാനമുള്ള സമയം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. തൊഴിൽ പുരോഗതി വന്നു ചേരും. അതായത് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പുതിയ ഒരു ജോലി ലഭിക്കുന്നതിനോ ടെമ്പററി ആയിട്ട് ഡെയിലി വേസിനൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥിരപ്പെടുന്നതിനോ ഒക്കെ കാത്തിരിക്കുന്നവർക്ക്, അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്കൊക്കെ അത് സ്ഥിരപ്പെടുന്നതിനും ഒക്കെ സൂചനയുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും ചില പുരോഗതികളും നല്ല
ദൈവാനുഗ്രഹവും ഒക്കെ വന്നു ചേർന്ന് തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും, നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക, ശനീശ്വരന്, ശനി ഭഗവാൻ ശാസ്താവിന് നീരാഞ്ജനമൊക്കെ തെളിയിക്കുന്നതും ദോഷത്തെ ഇല്ലാതെയാക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരിക്കും. ഓരോരാ കഴിയാവുന്ന രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ സമ്പൽ സമൃദ്ധിയോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കുവാനായിട്ട് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.